ഹായ് ഫ്രണ്ട്സ്, വേനൽക്കാലം തുടങ്ങിയല്ലേ. കൂടെ ചക്കയും മാങ്ങയൊക്കെ ഉണ്ടാകുന്ന സീസണുമാണ്. ഇപ്പോൾ ഇഷ്ടം പോലെ സാധനം കിട്ടാനുണ്ട്. അപ്പോൾ ചക്ക ആദ്യം കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു കൗതുകത്തിൽ മൂക്കാത്തയൊക്കെ പറിച്ച് തിന്നുമായിരുന്നു. ഇപ്പം ചക്ക മൂത്ത് പഴുത്തു തുടങ്ങി, ആർക്കും വേണ്ടാത്ത സ്ഥിതിയായി. അപ്പോൾ പിന്നെ നമ്മൾ ആ ഭാവി അടുത്ത കൊല്ലം വരെയുള്ളത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി ഇത് വേവിച്ചൊക്കെ വെക്കും ചക്കപ്പഴം. ഇന്ന് മൂത്തൊരു ചക്ക കിട്ടിയായിരുന്നു, തേൻ വരിക്കേൻ്റെ. അപ്പം തേൻ വരിക്ക ചക്ക കൊണ്ട് ചക്ക പുഴുങ്ങി കുറച്ച്, പിന്നെ കുറച്ച് പഴുപ്പിക്കാൻ വെച്ചു, പഴുത്തവും കുറച്ച് തിന്നു, പിന്നെ കുറച്ച് ചക്കയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അറ്റമൊക്കെ ചെറുതായി കേടായി തുടങ്ങിയായിരുന്നു. പിന്നെയും വെച്ചാലിങ്ങനെ മൊത്തം കേടായി പോകത്തില്ല, നല്ല മധുരമുള്ളത്. അതുകൊണ്ട് ചക്ക അപ്പം ഉണ്ടാക്കാം. ചെറിയ കഷ്ണമാക്കിയിട്ട് വേഗം അങ്ങനെ അടർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. മൂക്ക് ചെത്തിക്കളഞ്ഞാൽ എന്നിട്ട് അത് ചക്ക ചുളയായിട്ട് എടുക്കുക. നല്ല മധുരമുള്ള തേൻ വരിക്കയാണിത്. ചക്കയപ്പം ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ്. കുറച്ച് റവ, കുറച്ച് ശർക്കര, അത് മാത്രമേ ഇനി ഇതിൻ്റെ അകത്തോട്ട് ആവശ്യമുള്ളൂ. ചക്ക നന്നായിട്ട് കുരു കളഞ്ഞെടുത്ത് ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കുക. ശർക്കര പാനിയും കൂടെ ഒഴിക്കുക. ആ വെള്ളത്തിനകത്തോട്ട് മാത്രം ആവശ്യത്തിനുള്ള റവ ചൂടാക്കി ഇട്ടാലും ഒന്നുകൂടെ ടേസ്റ്റ് ആട്ടോ. ശകല ഉപ്പും ഏലക്കായോ ജീരകമോ എന്താ സ്മെല്ല് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അതും കൂടെ ചേർക്കുക. ഇഡ്ഡലിച്ചമ്പിൽ നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇലയിൽ കുമ്പിളാക്കിയിട്ട് ഉണ്ടാക്കാം. വാഴയിലയോ എടന ഇലയോ ഈവൻ കൊക്കോൻ്റെ ഇല ആയാലും കുഴപ്പമില്ല. ഇലയിൽ കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പം ഞങ്ങൾ എടനയില കിട്ടി, അതുകൊണ്ട് അതിൻ്റെ അകത്താണ് ഉണ്ടാക്കിയത്. ഞാനൊരു ചക്ക ലവറൊന്നുമല്ല, പക്ഷേ ചക്കയുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റികൾ ചെയ്യാൻ ഇഷ്ടമാണ്. എല്ലാവരും കൂടെ ഒന്നിച്ച് ചക്ക പറിക്കാൻ പോവുക, ചക്ക വൃത്തിയാക്കുക, കഴിക്കാൻ അത്ര ഇഷ്ടമില്ല. എസ്പെഷ്യലി ചക്ക പുഴുക്ക്. പിന്നെ നല്ല ബീഫ് കറിയോ മീൻ കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ നോക്കാം എന്നേ പറയാൻ പറ്റും. ചക്ക വറുത്ത ഇഷ്ടം കേട്ടോ, ഒരുപാട് ഇഷ്ടമാണ്. ചക്ക പഴവും കുറച്ച് ഒക്കെ കഴിക്കാം. അതിൽ കൂടുതൽ ചക്കയോട് താല്പര്യമില്ല. ചക്കക്കുരു ഇഷ്ടമാണ്, നല്ല തോരൻ വെച്ചത്, കുരുമുളകൊക്കെ ഇട്ട്. ചക്കക്കുരു കറി ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. ഈ ചക്കയ്ക്ക് നല്ല വീതിയുള്ള ചൗണിയായിരുന്നു. വീതിയുള്ള ചൗണി പൊരിച്ചാൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. ഭയങ്കര കറുമുറുവായിട്ട് കിട്ടും. ചക്കയെ പോലെ സ്ലൈസായി അരിയേണ്ട പാടുമില്ല. ആ വീതിയുള്ളത് ചുള മാത്രം ആ ചൗണി മാത്രം എടുത്ത് വെച്ചാൽ മതി. ചക്കയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പിള്ളേർ രണ്ടുപേരും പറയുന്നത് ഫ്രീ ആയിട്ട് നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ഒരാഴ്ചയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല ചക്ക, അപ്പം ഇഷ്ടം കേട്ടോ. ഇവൻ പക്ഷെ ചിറ്റി അവന് ചക്കപ്പഴം തന്നെ കൊടുക്കാൻ വേണ്ടി വഴക്കുണ്ടാക്കും. കൊടുക്കാറില്ല. അപ്പം ഉണ്ടാക്കിയ ചെറിയ കഷ്ണം പൊടിച്ച് കൊടുക്കാറുണ്ട്. താഴെ വീണില്ല, താഴോട്ട് ഇച്ചിരി തിണ്ട് പോലെ ആയിരുന്നു കേട്ടോ. ഒരു കയ്യാലൻ്റെ പുറത്ത്. 1 വയസ്സ് പോലും ആകാത്ത കൊച്ചില്ലേ, കർത്താവ് വെറുതെ വിട്ടായിരിക്കും. മരം കയറ്റം ഒരു ശീലമാണ്. അണ്ണാമൂത്താലും മരം കയറ്റം മറക്കില്ലല്ലോ. പണ്ട് മരത്തിൽ നിന്നൊന്ന് വീണേ പിന്നെ അങ്ങനെ അങ്ങ് മരം കയറ്റം ഇല്ലായിരുന്നു. അന്ന് മുരിങ്ങയിലാണ് കയറിയത്, മുരിങ്ങക്കാ പറിക്കാൻ. അതിൻ്റെ കമ്പ് ഒടിഞ്ഞിട്ട് ചാണകം കോരിയിട്ട ചാണകത്തിൻ്റെ മേത്തോട്ടാണ് വീണത്, അതിൻ്റെ പുറത്തോട്ട്. ചാണകത്തിൽ വീണമെന്നേ ഉള്ളൂ, എല്ലും പല്ലും ഒന്നും പോയില്ല. പിന്നെ അങ്ങനെ വലിയ മരം കയറ്റം ഇല്ലായിരുന്നു. പിന്നെ ആത്ത ഉണ്ടായിരുന്നു. ആത്ത കുഞ്ഞായതുകൊണ്ട് അതിൻ്റെ അകത്ത് കയറും ആത്തപ്പഴം പറിക്കാൻ. ഇപ്പം ആത്ത മുറിച്ച് കളഞ്ഞുകൊണ്ട് അതുമില്ല. അങ്ങനെ കുറേ കാലം കൂടി 2 ഡെലിവറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണൊന്ന് മരത്തെ കയറിയത്. അതിങ്ങനെയായി. നല്ല ഫ്രാക്ചർ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല വേദന ഉണ്ടായിരുന്നു. അമ്മ പറഞ്ഞു ഇനി ആയുസ്സിൽ തന്നെ ഞാൻ മരം കയറ്റില്ല, മരം കയറാൻ സമ്മതിക്കുകയില്ല. അമ്മ പേടിച്ചു പോയി. നല്ല മൂത്ത് ചുമന്ന ചക്കക്കുരു ഒരുക്കാനും എളുപ്പമായിരിക്കും. ചക്കക്കുരു തോരനുണ്ടാക്കാം എന്നോർത്ത് ഇതിനകത്തുനിന്ന് കുറച്ച് ചക്കക്കുരു എടുത്തു. ചക്കപ്പണി അത് കാണാൻ തന്നെ നല്ല രസമാണ്. ചക്കയപ്പം റെഡി ആയിട്ടുണ്ട്.
ചൂടോടെ കഴിക്കാം. അല്ല, കുറച്ച് ചൂടാറിയിട്ടും കഴിക്കാം. വെറുതെ പല്ല് കളയണ്ടല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.